പക്ഷെ ഇതൊരു റെയിൽവേ സ്റ്റേഷനാണ്, അവിടെ CCTV ഉണ്ട്. ഒരു ദൃശ്യങ്ങളിൽ നിന്നും KSUക്കാർ മന്ത്രിയെ ആക്രമിക്കുന്നതായ ഒരു ദൃശ്യമില്ല. എന്ന് മാത്രമല്ല RPF ഈ ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം അവർക്ക് KSU പ്രവർത്തകർ മന്ത്രിയെ ഫിസിക്കലി അസോൾട്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു തെളിവോ അല്ലെങ്കിൽ അതിന്റെ ഒരു സൂചനയോ കിട്ടിയിട്ടില്ല. അപ്പൊ ഈ ഒരു സംഭവത്തെ വല്ലാതെ ഓവർപ്ലേ ചെയ്തു എന്നൊരു സംശയം അങ്ങനെയാണ് സമൂഹത്തിലുണ്ടാവും. ഞാൻ ഒരു ആക്രമണത്തിന് ഏതെങ്കിലും ഒരാളിന്റെ അടുത്തേക്ക് പോയതാണോ? അല്ലല്ലോ. ഇത് വളരെ ക്ലിയർ ഇന്റൻഷനോടുകൂടി എന്നെ ഉപദ്രവിക്കണം എന്നുള്ള ഇന്റൻഷനോടും ആക്രമിക്കണം എന്നുള്ള ഇന്റൻഷനോടും കൂടിയാണ് വന്നത്. വളരെ സാധാരണ നിലയിൽ മന്ത്രിയിൽ നിന്ന് കാണാത്ത വിധത്തിലുള്ള വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ് ഉണ്ടായത്. ഈ കഴുത്തിൽ അടിയേറ്റതുപോലെയുള്ള അങ്ങനത്തെ ഒരു ഫീൽ ആയിരുന്നു. എനിക്ക് കഴുത്തിലുണ്ട്, കൈകളിലുണ്ട്. എന്റെ കഴുത്തിൽ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ശരീരം വേദനിച്ച സ്വാഭാവികമായി എന്നിലെ ഒരു മനുഷ്യനോ അല്ല എന്റെ വ്യക്തിയുടെ റെസ്പോൺസ് അങ്ങനെയാണ്. സമരത്തിലെല്ലാം കാണുന്നതല്ലേ, ജനാധിപത്യപരമായ സമരങ്ങളിലൊക്കെ കാണുന്നതല്ലേ. ഒരു സ്ത്രീക്കെതിരെ സമരം നടത്തുമ്പോൾ പെൺകുട്ടികളോ വനിതകളോ ഒക്കെ ഉണ്ടാവില്ലേ. ഇതങ്ങനെ ഒന്നും അല്ലാതെ ഒരു ആൺകൂട്ടം ആക്രമിക്കുകയാണ്. ഒരു ആൺകൂട്ടം ആക്രമിക്കാന്ന് മാത്രമല്ല, അവിടെ നിന്നിട്ട് മുദ്രാവാക്യം വിളിക്കുകയോ അല്ലെ ചെയ്യുന്നതിന് പകരം ഓടി ഈ സുരക്ഷാ വലയത്തിനുള്ളിലേക്ക് കയറുകയാണ്. കയറിയിട്ട് എന്റെ അടുത്തേക്കും എന്റെ ആ വനിതാ പോലീസ് ഓഫീസറുടെ അടുത്തേക്കും എത്തുകയാണ്. എത്തിയിട്ടാണ് ഈ ഉപദ്രവം നടക്കുന്നത്.